ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 35-ാം അധ്യായം 3-4 തിരുവചന ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം കാണുന്നു: തളർന്ന കരങ്ങളെ ബലപ്പെടുത്തുവിൻ, ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുവിൻ. ഭയപ്പെട്ടിരിക്കുന്നവരോട് പറയുവിൻ, ഭയപ്പെടേണ്ട. 3 കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ദുർബല കരങ്ങളെ ശക്തിപ്പെടുത്തുവിൻ. തകർന്ന കാൽമുട്ടുകളെ അല്ലെങ്കിൽ ബലഹീനമായ കാൽമുട്ടുകളെ നിങ്ങൾ ശക്തിപ്പെടുത്തുവിൻ. തളർന്ന കരം എന്ന് പറയുമ്പോൾ ഒന്നിനും ശേഷിയില്ലാത്ത മനസ്സ് തളർന്നിരിക്കുന്ന അവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. മനസ്സ് തളരാൻ വിവിധ കാരണങ്ങളുണ്ടാകാം. രോഗം, സാമ്പത്തികമായ തകർച്ച, താൻ സ്നേഹിച്ചിരുന്നവരുടെ വേർപാടുകൾ, തൻ്റെ എല്ലാമായി കരുതിയിരുന്നവർ തങ്ങളെ ഉച്ഛിഷ്ടം പോലെ കരുതി മാറിപ്പോകുന്നവർ, ബന്ധങ്ങളുടെ അകൽച്ച, അവിടെയെല്ലാം കൈകൾക്ക് തളർച്ചയുണ്ടാകും. ബലഹീനമായ കാൽമുട്ടുകളെ ഉറപ്പിക്കുവിൻ. ബലഹീനമായ കാൽമുട്ടുണ്ടെങ്കിൽ മുന്നോട്ട് നീങ്ങാൻ സാധിക്കുകയില്ല. ഒരു ഊന്നുവടിയുടെ സഹായം അവർക്ക് പലപ്പോഴും വേണ്ടിവരും. ആ ഊന്നുവടി ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ അവർ വീഴുകയോ വേച്ച് വീണ് അവർക്ക് മരമായ ഒരു അപകടത്തിലേക്കൊക്കെ പോകുവാൻ സാധ്യതയുണ്ട്. തിരുവചനം പറയുകയാണ്, തളർന്ന കരങ്ങളെ ശക്തിപ്പെടുത്തണം, ബലഹീനമായ കാൽമുട്ടുകളെ നീ ശക്തിപ്പെടുത്തണം. അതെ, എൻ്റെ കാൽമുട്ട് എന്നെ മുന്നോട്ട് ചലിക്കുവാൻ അനുവദിക്കുന്നത് എൻ്റെ ദൈവമാണ്. നിൻ്റെ ഓർമ്മകളോട് നീ ഇവിടെ പറയണം, നിൻ്റെ വേദനകളോട് നീ ഇവിടെ പറയണം. നിൻ്റെ ജീവിതത്തിൽ വിവിധ വേദനകൾ ഉണ്ടാകാം. ഉറ്റവരിൽ നിന്നും ഉടയവരിൽ നിന്നും പ്രതീക്ഷിച്ചവരിൽ നിന്നെല്ലാം നിനക്ക് വേദന മാത്രമേ ഉണ്ടായിട്ടുണ്ടാവൂ. അവിടെയെല്ലാം നീ തകർന്നു പോകാതെ നിൻ്റെ കരങ്ങൾക്ക് നീ ബലപ്പെടുത്തുകയും കാൽമുട്ടുകളെ നീ ഉറപ്പിക്കുകയും ഭയപ്പെട്ടിരിക്കുന്നവരോട് നീ ഭയപ്പെടേണ്ട എന്ന് പറയുകയും ചെയ്യുവിൻ. നിൻ്റെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. നിനക്ക് ജന്മം നൽകിയൊരു ദൈവമുണ്ട്. നിന്നെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവമുണ്ട്. നീ ദൈവത്തിലേക്ക് ശ്രദ്ധിക്കുക. അതെ, നിനക്ക് ജീവൻ തന്നൊരു ദൈവമുണ്ട്. നിനക്ക് നൽകിയ അനുഗ്രഹമെല്ലാം ദൈവത്തിൽ നിന്നുള്ളതാണ്. നിനക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ നീ നന്നായി ശുശ്രൂഷിച്ചും പരിപാലിച്ചും മുന്നേറിയപ്പോൾ എൻ്റേത് എന്നൊരു ചിന്ത നിനക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ വലിയ തെറ്റുകൾ സംഭവിച്ചിരിക്കുകയാണ്. കാരണം ഇതെല്ലാം ദൈവം നിനക്ക് തന്നതാണെന്ന് നീ മനസ്സിലാക്കുക. നിൻ്റെ ഹൃദയം മുറിയുകയല്ല വേണ്ടത്, ദൈവസാന്നിധ്യത്തിലേക്ക് നിൻ്റെ ഹൃദയം ചേർത്ത് വെക്കുകയാണ് വേണ്ടത്. നിൻ്റെ ഹൃദയം മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകി ഇറങ്ങുവാൻ വേണ്ടി ദൈവസാന്നിധ്യത്തിലേക്ക് നിൻ്റെ ഹൃദയം തുറക്കണം. ആ ഹൃദയത്തിലേക്കാണ് ദൈവത്തിൻ്റെ ശക്തി ഒഴുകപ്പെടുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകപ്പെടുന്നത്. ഗൗതമരയിൽ നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞവൻ്റെ ഒരു തുള്ളി രക്തം നിൻ്റെ ഹൃദയത്തിൻ്റെ മുറിവുകളിലേക്ക് വന്ന് വീഴുമ്പോൾ നിന്റെ മുറിവുകൾക്ക് വൈദ്യം നൽകുന്നതിനേക്കാളും അപാരമായ ഒരു ശക്തി അതിനുണ്ട്. അത് വേഗം മുറിപ്പെടുകയും അവനിൽ ആശ്രയിക്കുകയും അവനുവേണ്ടി ജീവിക്കുവാൻ നീ തയ്യാറായ ഓരോ പടി മുന്നോട്ട് നീക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കാൽമുട്ടുകൾക്ക് ബലം ലഭിക്കും, നിന്റെ തളർന്ന കരങ്ങൾക്ക് ബലം ലഭിക്കും. അതേ സഹോദരങ്ങളെ, നിന്റെ വേദനകളോട് നീ ഇവിടെ പറയുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓരോ പ്രഭാതവും നിനക്ക് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുവാൻ പരിശ്രമിക്കുക. ധാരാളം വീഴ്ചകളും പോരായ്മകളും ജീവിതത്തിൽ വന്നെന്നിരിക്കും. അവയെ ഓർത്ത് നീ തളരരുത്, നീ ദൈവത്തിൽ ആശ്രയിക്കുക. തിരുവചനം പറയുന്നു, ദൈവം പ്രതികാരം ചെയ്യുവാൻ വരും. ദൈവം പ്രതികാരം ചെയ്യാൻ വരും. അവിടുത്തെ പ്രതിഫലവുമായി വന്ന്
അവിടുന്ന് നിന്നെ രക്ഷിക്കും. പ്രൈസ് ലോർഡ്. രക്ഷിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ദൈവമാണ് നമ്മൾക്കുള്ളത്. അവൻ മനുഷ്യനോട് കരുണ കാണിക്കുന്നവനും സ്നേഹനിധിയുമാണ്. അവൻ നമ്മളെ രക്ഷിക്കും. ആ രക്ഷയിലേക്ക് എൻ്റെ ഹൃദയം ഉയർത്താം. അവൻ്റെ പക്കലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താം. എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ദൈവമേ നിന്റെ ശക്തി ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേദനിക്കുന്നവരെ ശക്തിപ്പെടുത്തുന്നവനെ, തളർന്ന കാൽമുട്ടുകളെ ബലപ്പെടുത്തുന്നവനെ, ദുർബല കരങ്ങൾക്ക് ശക്തി കൊടുക്കുന്നവനെ, നിന്റെ രക്ഷ എല്ലാവരും അനുഭവിക്കുവാൻ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എവരെയും അവിടുന്ന് സഹായിക്കണമേ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശക്തി പ്രാപിച്ച് മുന്നേറുവാനുള്ള കൃപയും അനുഗ്രഹവും ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ. പരിശുദ്ധ അമ്മേ, എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി മധ്യസ്ഥം വഹിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കും.